നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യം ഇറാനിൽ നിന്നുള്ള ദൃശ്യമാണ്. നിങ്ങൾക്കത് കാണുമ്പോഴേ അറിയാം. നമ്മുടെ ഇവിടെയൊക്കെ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ കളിയാക്കി വിളിക്കുന്ന പോലെ ചാക്കിട്ടിനകത്തുള്ള സ്ത്രീ രൂപം. അവർ വന്നിട്ട് ഓരോ ഡ്രസ്സും ഹിജാബ് അടിച്ചു മാറ്റുകയാണ്. അവസാനം അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. അത് എറിഞ്ഞ് കളയുന്നൊക്കെയുണ്ട്. പക്ഷേ അവരുടെ കയ്യിലേക്ക് നിങ്ങൾ നോക്കുക. അവരുടെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മതചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കയ്യിലൊരു കുരിശാണ് തൂങ്ങിക്കിടക്കുന്നത്. അതിനർത്ഥം അവർ ഒരുപക്ഷേ ക്രിസ്ത്യാനിയായിട്ടും ഈ മുസ്ലിമായിട്ട് തന്നെ ജീവിച്ചു വന്നതായിരിക്കാം. ഒടുവിൽ തങ്ങൾക്ക് സമയമായി എന്ന് കണ്ടപ്പോൾ ഈ മതവേഷമെല്ലാം എടുത്തെറിയുന്നതാവാം, അല്ലെങ്കിൽ അവർ ഇസ്ലാം വിട്ടിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് തിരിച്ചു പോകുന്നതാവാം. എന്തായാലും ആ സാഹചര്യം നമ്മൾ നോക്കിയാൽ, അതായത് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ്രായേലിൻ്റെ പതാക അവിടെ കാണാം. അതായത് ബാഹ്യ ശക്തികളുടെ ഇടപെടലുണ്ട് അവിടെ. അല്ലെങ്കിൽ അവിടെ മതപോലീസുണ്ട്, ഇറാൻ്റെ ഭരണകൂടമുണ്ട്, അവരുടെ പോലീസും പട്ടാളവും ഒക്കെ ഉണ്ട്. എന്നിട്ടും ഇതുപോലെ ഒരു പരിപാടി അവിടെ അവർ നടത്തുന്നു. അതിന് മ്യൂസിക്കും പാട്ടും കുത്തും മേളവും ഒക്കെ ഉണ്ട്. അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അവർ ഇത് ഇപ്പോൾ ഒരു സ്ത്രീയാണ് ഈ കാണിക്കുന്നതെങ്കിൽ ഇത് നോക്കുക, ഒന്നിലധികം സ്ത്രീകൾ ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പുറത്തു വരുന്ന ചില വാർത്തകളനുസരിച്ച് അവരവരുടെ പഴയ പൂർവാശ്രമത്തിൽ എന്തായിരുന്നോ ഇറാൻ, പേർഷ്യ എന്നൊരു രാജ്യമായിരുന്നു. അവിടെ ഈ സൗരാഷ്ട്ര എന്നൊക്കെ പറയുന്ന പോലെ സൂര്യദേവനെ ആരാധിക്കുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. പാഴ്സികൾ എന്ന് നമ്മൾ പറയും. ടാറ്റയൊക്കെ പാഴ്സി, നമ്മുടെ വലിയ വ്യവസായിയായ ടാറ്റയൊക്കെ പാഴ്സിയാണ്. ഒരു കാലത്ത് അവിടെ നിന്ന് ഒരു പലായനം ചെയ്ത് ഇന്ത്യയിൽ വന്ന് ഇന്ത്യ അഭയം കൊടുത്തു. അങ്ങനെ ഇവിടുത്തുകാരായിട്ട് ഒടുവിൽ ഇന്ത്യക്കാരായിട്ട് മാറിയവരാണ്. അപ്പോൾ പണ്ടുകാലം തൊട്ടേ ഇറാനും ഇന്ത്യയായിട്ട് വലിയ ബന്ധമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ കാലത്ത് വലിയ സാംസ്കാരിക പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന ഒരു രാജ്യമായിരുന്നു. മഹത്തായ ഒരു രാജ്യം തന്നെയായിരുന്നു ഇറാൻ. അവിടെ പിന്നെ ഇസ്ലാം അധിനിവേശം ചെയ്തു, അതിൻ്റെ കീഴിലായി. പക്ഷേ ഇവിടെയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഇരിക്കുന്നത്. ഈ മൂന്ന് പ്രധാനപ്പെട്ട മതങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ, ഹിന്ദുമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വാതിലുണ്ട്. 4 തുറന്നിങ്ങനെ മലർത്തിയിട്ടിരിക്കുക. നിങ്ങൾക്ക് അകത്ത് കയറാം, ഏത് വാതിലെ കൂടെ വേണമെങ്കിലും പുറത്തിറങ്ങി പോകാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഹിന്ദു ആയിട്ടിരുന്നിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോയാലെന്ത് പോയില്ലേലെന്ത് ഒരാൾ നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ എന്താണ് അമ്പലത്തിൽ വരാത്തത്, നിങ്ങളെന്താണ് പ്രാർത്ഥിക്കാത്തത്, നിങ്ങളെന്താണ് വീട്ടിൽ നിലവിളക്ക് കൊളുത്താത്തത്, പ്രാർത്ഥിക്കാത്തത്, സന്ധ്യാനാമം ജപിക്കാത്തത്, ഇങ്ങനെയുള്ള യാതൊരു ചോദ്യങ്ങളും ഒരു നിയന്ത്രണവും ഇല്ല ഹിന്ദുവിനെ സംബന്ധിച്ച്. പക്ഷേ ക്രിസ്ത്യാനി നോക്കുക. ക്രിസ്ത്യാനി മതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ 2 വാതിലുണ്ട്. 2 വാതിൽ, അതായത് കയറാനും ഇറങ്ങാനും. അവിടെ ക്രിസ്ത്യാനിയായിട്ടിരിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് തന്നെ ഇരിക്കേണ്ടി വരും. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയില്ലെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകാത്ത ആളാണെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് വികാരി അച്ഛനോ കൊച്ചനൊക്കെ കണ്ടാൽ എന്താ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. ഇനി അങ്ങനെ മുങ്ങി നടന്നാലും ഒരു കല്യാണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചടങ്ങ് വരുമ്പോഴോ അവർ പിടിക്കും. അത് ഉറപ്പ് കേസാണ്. അപ്പോൾ അതിൻ്റെ ആ ചിട്ടവട്ടങ്ങളുമായിട്ട് പോയേ പറ്റൂ. ഇനി അവിടെ നിന്ന് പുറത്തേക്ക് പോകാം. ഇപ്പം ക്രിസ്ത്യൻ മതം വേണ്ട, എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് പുറത്ത് പോകാം, പ്രശ്നമൊന്നുമില്ല. ഒരു വഴി കൂടെ കയറി അടുത്ത വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ അവർ ആ വാതിലങ്ങ് കൊട്ടിയടയ്ക്കും, പിന്നെ കയറ്റില്ല. അവർക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് പോകാൻ, മറ്റു ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. പുറകെ പോവോ പിടിക്കുകയോ കൊല്ലുകയോ തല്ലുകയോ ഒന്നും ചെയ്യില്ല, അവർക്ക് പോകാം. പക്ഷേ ഇനി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ സംഗതിക്ക് ഒറ്റ വാതിലേ ഉള്ളൂ. കയറാനും ഇറങ്ങാനും ഒക്കെ ഒറ്റ വാതിലുള്ളൂ. ഇറങ്ങുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ട, ഇറങ്ങിയാൽ തീർന്നു. അപ്പോൾ അങ്ങനെ മതം വിട്ടാൽ വധശിക്ഷ നടപ്പാക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ആ ഇറാനിലാണ് ഇങ്ങനെ കൂട്ടമായിട്ട് സ്ത്രീകൾ, അതും ഈ മതവേഷത്തിൽ നിന്ന സ്ത്രീകളാണ് ആ വേഷം വലിച്ചെറിഞ്ഞ് കളയുകയും. ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അവിടുത്തെ പരമോന്നത ആത്മീയ നേതാവായ ആയത്തുള്ള ഖമേനിയാണ് ആ ഇംഗ്ലീഷിൽ ചീത്ത വിളിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ നിരവധി ചിത്രങ്ങളുണ്ട്. അയാളുടെ ഫോട്ടോ കത്തിച്ചിട്ട് സിഗരറ്റ് കത്തിക്കുന്നതായിട്ടുള്ള, അത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തതാണ്. എന്തായാലും അവിടെ വലിയൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവിടുത്തെ ഇസ്ലാം മതം തന്നെ ഇല്ലാതായിട്ട് കുറേയേറെ പേർ ക്രിസ്ത്യാനിയായി പോവും. കുറേ പേർ ഒരുപക്ഷെ പഴയ അവരുടെ പൂർവ്വകാലത്തെ സൗരാഷ്ട്രീയൻ എന്നൊക്കെ പറയുന്ന പോലെ പേർഷ്യൻ മതം, പാഴ്സി മതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും ബാഹ്യമായിട്ടുള്ള ശക്തികൾ അതിനകത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ലാതെ അതിനകത്ത് അവിടുത്തെ സർക്കാരിനോടും പട്ടാളത്തോടും മതപോലീസിനോടുമൊക്കെ എതിർത്ത് നിൽക്കാൻ തീർച്ചയായിട്ടും അല്ലാതെ പറ്റില്ല. ബാഹ്യമായിട്ടുള്ള ശക്തികൾ, അത് ആയുധ ബലം കൊണ്ടും സാമ്പത്തിക ബലം കൊണ്ടും തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് അമേരിക്കയുടെ ആവാം, ഇസ്രായേലിൻ്റെ ആവാം. ഇസ്രായേലിൻ്റെ പതാക അതിനകത്തൊക്കെ ഇങ്ങനെ പാറി കളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു നിന്നുള്ള നല്ല സ്വാധീനവും നല്ല ബാക്കിപ്പുണ്ട് എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. എന്തായാലും ഇറാൻ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലം ഇസ്ലാമിൻ്റെ കീഴിൽ ഷിയാക്കൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നു. അത് അവിടെ നിന്ന് മാറി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും, കുറച്ച് പതിറ്റാണ്ടുകൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്പെയിൻ ഇതുപോലെ തന്നെ ഇസ്ലാം വൽക്കരിക്കപ്പെടുന്നതിൻ്റെ പൂർണ്ണമായിട്ട് വരുന്നതിൻ്റെ അടുത്തെത്തിയതിന് ശേഷം തിരിച്ചു വന്ന ഒരു രാജ്യമാണ് സ്പെയിൻ. അതേപോലെ ഇപ്പോൾ ഏതാണ്ട് ഇസ്ലാം വൽക്കരിക്കപ്പെട്ട ഒരു രാജ്യം അവിടെ നിന്ന് തിരിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇറാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.